ജമാൽ, അതായത് ഇപ്പോൾ ഖത്തറിൽ അമേരിക്കൻ എയർബേസിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് വരുന്നത്. കാരണം ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളം അത് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. എന്തായാലും ആ ഒരു ആശങ്ക ഇപ്പോൾ തന്നെ US-ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ, അതായത് നമുക്കറിയാം നേരത്തെ മുതൽ ഇറാന് മേൽ പ്രതിരോധം തീർക്കുകയാണ് അമേരിക്ക. അപ്പോഴൊക്കെ അമേരിക്ക കീഴടങ്ങാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു തെല്ല് പോലും പിന്നോട്ടില്ല എന്ന് ഇറാൻ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാന്റെ മുന്നിൽ ഇപ്പോഴിതാ നമുക്കറിയാം ഈ ഖത്തറിലെ ഈ ഒരു വ്യോമതാവളം കൂടി മനസ്സിലുണ്ട്. അതിനുള്ളൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിലായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു സൂചന കൂടി നൽകിയിരിക്കുന്നത്. അങ്ങനെ വേണ്ടേ ജമാൽ കരുതാൻ? തീർച്ചയായും ഇറാൻ ഒരു സൂചന നൽകിയിരിക്കുകയാണ് അമേരിക്കക്ക്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക സ്ഥലങ്ങളിലും ഈ അമേരിക്കയുടെ എയർബേസുകളും നേവൽ ബേസുകളും ഒക്കെ തന്നെയുണ്ട്. ഒമാൻ ഒഴികെ മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളും UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. ഈ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും എന്നുള്ള ഒരു കൃത്യമായ സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇറാനെ ആക്രമിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഈ US-ന്റെ ആക്രമണത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ഗൾഫ് രാജ്യങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു അല്ലെങ്കിൽ വലിച്ചെടുക്കപ്പെട്ട എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഖത്തറിൽ ഇതിന്റെ ആദ്യത്തെ സൂചന നൽകി ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഖത്തറിലെ നേവൽ എയർബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായാണ് ദൃക്സാക്ഷികളൊക്കെ തന്നെയും പറയുന്നത്.